വീഡിയോസിലൂടെയൊക്കെ പങ്കുവെക്കാനൊരു ഡേഞ്ചറായ കാര്യമായിട്ട് ഞങ്ങൾ ഡേഞ്ചർ മേഖലയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം മുകളിലൊരു ഭാഗത്തായിരുന്നു കേട്ടോ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു ദിവസം കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ സ്ഥലമൊക്കെ വില കെട്ടിയെടുക്കാൻ പോവുകയാണ് പിന്നെന്താ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വഴിയില്ലാത്ത സ്ഥലമാവുകൊണ്ട് ഞങ്ങളൊരു 3 വീട്ടുകാർ, ഒരു 10 വീട്ടുകാരവിടെ ഉണ്ട്, ഒരു 3 വീട്ടുകാർ ഞങ്ങൾ വിറ്റു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടോ പിന്നെ എന്തിനാ ഞങ്ങൾ ഈ സ്ഥലം എടുക്കണത്? അപ്പോൾ ഞങ്ങൾക്ക് വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വിൽക്കാൻ തന്നെ നോക്കിയത് കേട്ടോ. അപ്പോൾ എന്തിനാ അത് എടുക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ വെറുതെ എടുക്കുകയാണ്, ഞങ്ങൾ മുതലാളിമാരാണ്, ഞങ്ങൾ സ്ഥലമൊക്കെ വില കെട്ടിയെടുക്കും, ഞങ്ങൾ നിങ്ങൾക്ക് 2-3-4 പെൺകുട്ടികളൊക്കെ അറിയില്ല, ഞങ്ങൾ കല്യാണത്തിനൊക്കെ നല്ല സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 15 സെൻറ്റ് സ്ഥലം എടുത്തു. അപ്പോൾ ഞങ്ങൾ ആ 15 സ്ഥലം വിറ്റിട്ട് ഞങ്ങൾ ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് മാറി പിന്നെ ഞങ്ങൾ വിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞങ്ങൾ കോറിക്കാണെന്ന് അറിയണത്. കോറിക്കാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള വീട്ടുകാരൊക്കെ വിറ്റുകൊണ്ട് അവർക്കൊക്കെ നല്ല വിലയും കിട്ടി. ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്ന് ഞങ്ങൾ അച്ഛൻ്റെ സ്ഥലം താഴെ ഭാഗത്ത് വന്നിട്ട് അച്ഛൻ്റെ സ്ഥലം ഒരു 5 സെൻറ്റ് എടുത്ത് അവിടെ വീട് വെച്ച് താമസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കോറി പൊട്ടി താഴെ ഭാഗത്തുനിന്ന് മേലെ ഭാഗത്തെത്തി ഞങ്ങളെ വീടിൻ്റെ ഏരിയയിലെത്തി. ഇവിടെ എന്താ പറയുക ഗ്ലാസ് ഒക്കെ തരിക്കുക, വീടിൻ്റെ ജനൽ കുലുങ്ങുക, വാതിൽ കുലുങ്ങുക, ചുമരൊക്കെ വിണ്ട് കയറി പൊട്ടുക. എനിക്കൊരു ഭിന്നശേഷിയുള്ള മോളും കൂടി ഉണ്ട്. ആ മൂക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇത് പൊട്ടുമ്പോഴും തരിക്കുമ്പോഴും വീടൊക്കെ ആകെ വിണ്ടേക്കാണ്. ഇതൊന്നും പറഞ്ഞിട്ട് ഇവർ ഒരു നടപടി എടുക്കണില്ല. 4 വർഷം ഞാൻ പറയുന്നു. ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് കല്ല് വരുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ദമ്മ് കുറച്ച് പിടിച്ച് കല്ല് വരൽ നിന്നു. ഇപ്പോൾ ചോർച്ച, വീടൊക്കെ പൊട്ടുക, ജനലൊക്കെ പൊട്ടുക, ഗ്ലാസ് പൊട്ടുക, ചുമരിൻ്റെ ഉള്ളും പുറവും വിണ്ടുക, വീതന പൊട്ടുക. ഈ പാറേൻ്റെ അടിഭാഗം ഞങ്ങളുടെ വീടിൻ്റെ ഏരിയ വരെ ഉണ്ട്. അവിടെ ഇപ്പോൾ ഒരു മൃഗാശുപത്രി വന്നാൽ പാറയമേ അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് പാറ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് തരിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ കുടുങ്ങി നിൽക്കുകയാണ്.